ബീഹാറിൽ ഇന്നാണ്ട് പെരുന്നാള്. ഇൻഷാ അല്ലാഹ് നമ്മൾ രാവിലെ തന്നെ ഈദ്ഗാഹിലേക്കുള്ള വഴിയിലാണ്. ഈദ്ഗാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് സെറ്റാക്കാം. നല്ല നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈദ്ഗാഹിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഈദ്ഗാഹിലെ വിശേഷങ്ങളുമായി കാണാം. അപ്പൊ നമ്മൾ ഈദ്ഗാഹിൽ എത്തിയിട്ടുണ്ട്. ഈദ്ഗാഹ് എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെ പോലെ ഏതോ ഒരു സ്ഥലത്ത് പോയി നിസ്കരിക്കാന്നില്ല കേട്ടോ. ഈദ്ഗാഹിന് വേണ്ടി പ്രത്യേകം ഓരോ മഹലിലും പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങളുണ്ടാവും. അവിടെ വൃത്തിയാക്കി വളരെ ബഹുമാനത്തോടു കൂടെ കൊണ്ടടക്കുന്ന സ്ഥലങ്ങളായിരിക്കും കേട്ടോ ഈദ്ഗാഹ്. അതേപോലെ തന്നെ ഈ മയ്യിത്ത് നിസ്കാരം ഇവിടുത്തെ പള്ളികളിലെല്ലാം ഉണ്ടാവുക ഈദ്ഗാഹിൽ വെച്ചാണ് നടക്കാറുള്ളത്. പള്ളികളിൽ മയ്യിത്തിന് ഒരു കാര്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈദ്ഗാഹ് ഉപയോഗിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹിലെ വിശേഷങ്ങൾ കണ്ടുകൊള്ളാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഈദ്ഗാഹ്. നാല് ഭാഗത്തിന് കച്ചവടക്കാരെ വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിലമാരല്ല, നമ്മള് പെരുന്നാൾ പറഞ്ഞപ്പോൾ ഒരു ഉത്സവം തന്നെയാണ്. माशाल्लाह ये हमारा मुफ्ती साहब है, ये गांव का मुफ्ती साहब है माशाल्लाह. ईद का गांव में, ये गांव में ईद कैसे चलते हैं? अल्हम्दुलिल्लाह बहुत अच्छी ईद मनाई गई, मौसम भी अच्छा था और ईद भी एक तरह खुशी तो ईद का दिन है ही, लेकिन थोड़ा मौसम ख़राब होने की वजह से लोगों को दुख है, ख़ासतौर से फ़लस्तीन और ईरान के मुसलमानों को लेकर के. ईद के साथ साथ ईद की जहाँ खुशियाँ हैं वहीं हमारे दूसरे ममालिक के मुसलमानों के लिए गम भी ज़्यादा है. अल्लाह ताला उन सबकी हिफाजत फरमाए. അപ്പൊ നമ്മള് പെരുന്നാൾ കഴിഞ്ഞ് നമ്മളെ മുഫ്തിന്റെ വീട്ടിലേക്ക് പോവാണ്. മുഫ്തി നമ്മോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മുഫ്തിന്റെ വീട്ടിലൊരു ദഅവത്താണ്. അവിടെ എന്താന്നല്ല നമുക്ക് പോയിട്ട് നോക്കാം. ബിഹാരികളെ ദഅവത്ത് പോലെ സ്വീകരണം ഇങ്ങനെ നമുക്ക് കാണാം. അത് നമുക്ക് വേണ്ട മാഷാഅല്ലാഹ്. मुफ्ती साहब ये क्या है? ये सेवई, सेवई बिहार में इसको सेवई बोलते हैं. माशाअल्लाह. केरला में खीर. खीर क्या बोलते हैं? നമ്മളെ സേമിയന്റെ പായസം ഉണ്ടല്ലോ, അതുപോലെ സേമിയ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് സബൈ പോലത്തെ. പഴം കൂട്ടാണ് തോന്നുന്നത്. ഈത്തപ്പഴവും പഴവും ഒക്കെ സേമിയൻ കിട്ടാണ്ട് മിക്സ് ആയി കണ്ടാത്ത നമ്മളെ മുസ്തഫ ഉസ്താദ് തിന്നാൻ തുടങ്ങി. മുസ്തഫ മുസ്തഫ എന്താണ് അഭിപ്രായം പറ. നല്ല തീറ്റിയില്ല. ഞാനോ തുടങ്ങിയില്ല. അപ്പൊ നമ്മള് മുഫ്തി സാഹിബിന്റെ ദഅവത്ത് കഴിഞ്ഞിട്ടോ. നമ്മളെ 3-4 വീട്ടിലേക്ക് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.